സുഖാണോ? ആക്ച്വലി ഇതൊരു റെസിപ്പി വീഡിയോ അല്ല, പക്ഷേ ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. അതിന് മുന്നേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്തായാലും വൈകുന്നേരമായി ഇപ്പോൾ സമയം. അപ്പോൾ എന്തായാലും ചായക്ക് ഒരു സ്നാക്സ് പഴംപൊരി ഉണ്ടാക്കണം എന്ന് ഞാൻ ഓൾറെഡി ആലോചിച്ച കാര്യമാണ്. പക്ഷേ ആക്ച്വലി ഇത് ഞാൻ അപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ഇന്നത്തെ എൻ്റെ വീഡിയോയും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. സോ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി എടുക്കുകയാണ്. റെസിപ്പി പറയുന്നൊന്നുമില്ല. മാത്രമല്ല ഞാൻ ഗ്രാൻഡ് പഴംപൊരി എന്നല്ല ഉണ്ടാക്കുന്നത്, സിമ്പിളായിട്ട് വേഗം നമുക്കൊന്ന് ചായ കഴിക്കാനുള്ള പഴംപൊരി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. I don't take it. I've been without you for all this time. Good God, I'm getting told shit. അങ്ങനെ ഇപ്പൊ എല്ലാ പഴംപൊരിയും ഉണ്ടാക്കി കഴിഞ്ഞു. 3 പഴമാണ് ഉണ്ടായത്. പക്ഷേ അതിൽ ഓരോന്നും ചെറുതൊക്കെ കാണുന്നില്ല. പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഞാൻ സ്പൂൺ വെച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്ക് മുറിഞ്ഞു പോയതുകൊണ്ട് ഇത് 3 hours ഓഫ് പഴംപൊരി ഉണ്ട്. ഞാൻ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. എനിക്കൊന്ന് കുളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് കാണാം. ഓക്കെ. പഴംപൊരി ഉണ്ടാക്കി ഒരടിപൊളി കുളിയും കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയതിൻ്റെ സന്തോഷത്തിലാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് എൻ്റെ മാത്രം എഫേർട്ടല്ല, നിങ്ങളെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. പഴംപൊരി എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല പഴംപൊരിയാണ് കേട്ടോ. ഒരു ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, സോഫ്റ്റ് ആണ്. ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് എല്ലാവരോടും താങ്ക് യു പറയണം. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും ഇതിന്റെ ഭാഗമാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരെ പേര് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത 2 ആൾക്കാരാണ് എൻ്റെ ആന്റിയും ആപ്പനും. അവരെ നിങ്ങൾ മറ്റേ എൻ്റെ റബ്ബറിന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ആന്റി ആപ്പനും അവരുടെ ഫാമിലി
മോളും ഒക്കെ ഭയങ്കര മോറൽ സപ്പോർട്ടും ഉണ്ടായിരുന്നു, അല്ലാതെയുള്ള സപ്പോർട്ടും എല്ലാ രീതിയിലും അവരുടെ ഒരു കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നെയ്ബേഴ്സ് ഒരു ഫാമിലി ഉണ്ട്, അവരുടെ സപ്പോർട്ട്. കാരണം ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എഡിറ്റിങ്ങൊക്കെ ഞാൻ ഇവർ ഉറങ്ങുന്ന സമയത്തൊക്കെ ചെയ്യും, പക്ഷെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരൊന്നും ഇതിലും ചെറുതാണ്. ഇപ്പൊ തന്നെ ഇവന്റെ പ്രായം കണ്ടില്ല ഇത്രയാണുള്ളത്. അപ്പൊ ആ സമയത്ത് ഇതിലും ചെറുതാണ്. ഇവരെ ഞാൻ അവിടെ പറഞ്ഞിട്ടാണ്, അവരാണ് അവിടെ നിന്നാണ് കളിക്കുക ആ സമയം വരെ. ഞാൻ വീഡിയോ എടുത്ത് തിരുന്നവരെ, റെക്കോർഡ് ചെയ്ത് തിരുന്നവരെ. ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ അവിടെ തന്നെ ഉണ്ട്, ഒരുമിച്ച് തന്നെ ഉണ്ടാവും. പക്ഷെ ഓരോ മറ്റേ റുബിക്സ് ക്യൂബിന്റെ വീഡിയോ അതിനൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണമായിരുന്നു. ആരെങ്കിലും അടുത്തൊന്ന് ഡിസ്റ്റർബ് ചെയ്താൽ അത് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസിനൊക്കെ ഇവരെ ആ ഫാമിലി തന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയും നീ ഇവിടെ കഴിച്ചോ, ഇവർ ഇവിടെ നിന്ന് കളിച്ചോളും, നീ വീഡിയോ എടുത്തോ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് കുറേ ആൾക്കാരിൽ നിന്നും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കുറേ അഡ്വൈസ് തന്നത്. വീഡിയോ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വീഡിയോ നന്നാക്കാനുള്ള അഡ്വൈസ് തന്നവരും, അങ്ങനെ പിന്നെ അല്ലാതെ വീഡിയോ കണ്ടിട്ടും ലൈക്ക് ചെയ്തിട്ടും കമന്റ് ഇട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. പഴമന് നല്ല ടേസ്റ്റ് ഉണ്ട്, സത്യം പറയാലോ. പഴം ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഹാർഡായി പോകും. ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ പഴംപൊരിയാണ്. അങ്ങനെ ആക്കുമ്പോഴാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ആവാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോന്നറിയില്ല, പഴംപൊരി ഉണ്ടാക്കാനുള്ള കാരണം അതാണ്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നത്തിലാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാനൽ ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, പക്ഷെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ആവുന്നത് ഇങ്ങനെ ഒരു പഴംപൊരി ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഉണ്ടായ പൊള്ളലിൽ ഉണ്ടായ ആ കഥയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീണ്ടും 1K ആയ സമയത്ത് ഞാൻ വീണ്ടും ഇത് പഴംപൊരി ഉണ്ടാക്കിയിട്ട് ഞാൻ 1Kയുടെ വീഡിയോ എടുക്കുന്നത്, അത് കഴിച്ചുകൊണ്ട്. അതൊരു ത്രില്ലാണ്. വളരെയധികം ഹാപ്പിയാണ്. കാരണം യൂട്യൂബിലെ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും അറിയാം. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് കേട്ടോ, അതിന് ശേഷമുള്ളത് കുറച്ചും കൂടെ പിന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടെ അങ്ങനെ അങ്ങ് പോകും, അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അവർക്കൊക്കെ അത്രയും വാല്യൂ ഉണ്ട്, അതിവിടെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് എന്താ, ഞാൻ ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് 1K സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തു എൻ്റെ ചാനലിൽ. അത് എന്താ പറയുക, ഞാൻ വളരെ എക്സൈറ്റഡ്, വളരെ ഹാപ്പിയാണ്, വളരെ താങ്ക്ഫുൾ ആണെന്ന് വെച്ചാൽ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും. എനിക്കിപ്പോൾ 1000-ലധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തിട്ട് 2-3 ദിവസമായി. അന്ന് ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, താങ്ക് യു പറഞ്ഞിട്ട്. അന്ന് ഇപ്പോൾ അതിൽ 1000-ലധികമായി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓരോരോ ആൾക്കാരോടായിട്ടാണ് ഞാൻ പറയുന്നത്, താങ്ക് യു സോ മച്ച്, ലവ് യു. അതുപോലെ എന്നെ സഹായിച്ചിട്ടുള്ള, ഞാനിപ്പോൾ തനിയെ ഈ നിങ്ങളുടെ സപ്പോർട്ടും കൂടാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അഡ്വൈസ് തന്നിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. പേര് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരുടെ പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ പേര്, അതുവരുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും, വീഡിയോ ചെയ്താലും നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ വ്യൂവേഴ്സിനാണല്ലോ മനസ്സിലാവുക എവിടെയൊക്കെ പാട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം അങ്ങനെ എനിക്ക് എൻ്റെ വീഡിയോസിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ പറഞ്ഞു തന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരുപാട്, എൻ്റെ കൂടെ പഠിച്ചതും അല്ലാത്തതുമായിട്ടുള്ള എൻ്റെ കസിൻസ് ആയാലും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ അങ്ങനെ അവരോടും എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവരോടും ഒരുപാട് നന്ദി. ഇനിയും ഞാൻ മാക്സിമം നല്ല വീഡിയോ, എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല വീഡിയോസ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ ഇടുന്ന കണ്ടൻറ്റൊക്കെ പരമാവധി ജെന്യുവിൻ കണ്ടൻറ്റാണ് ഇടാറ്. ഒന്നും അങ്ങനെ എന്താ പറയുക, കാര്യമില്ലാത്ത കണ്ടൻറ്റ് ഞാൻ ഇടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇനിയും അങ്ങോട്ട് നല്ല കണ്ടൻറ്റുകളായിട്ട് വരുന്നതായിരിക്കും. ഒന്നുകൂടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ, ബൈ ബൈ, ടേക്ക് കെയർ.